നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വരുന്ന വാർത്ത BJP-യുടെ തമിഴ് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് കെ അണ്ണാമലൈ അദ്ദേഹം BJP-യിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു ഞെട്ടുന്ന വാർത്ത കേട്ടു. അതായത് TVക്ക് അധികാരത്തിലേറി. ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയുമായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ ഒരാഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഏറ്റവും പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ആളുകൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ് BJP രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു അഭ്യൂഹങ്ങളുണ്ട്. ഏതായാലും ഇന്ന് അതിനൊരു തീരുമാനമായിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി അടുത്തൊരു പ്ലാൻ എന്തായിരിക്കും? അദ്ദേഹം ഇത്രയും കാലമായിട്ട് BJP ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ B എന്തായിരിക്കും? തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനാണ്. ആ ഒരു പദവി ഒഴിഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യസേവനത്തിനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം തന്നെയായിരിക്കും അദ്ദേഹം തുടരുക എന്നുള്ളത് ഉറപ്പാണ്. അതിനി ഏത് പാതയിലിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് സ്വന്തമായ ഒരു പാത രൂപീകരിക്കാനുള്ളൊരു നീക്കമാണോ ഇനി അടുത്തത് അദ്ദേഹം മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ അട്ടിമറികൾ തുടരുകയാണ്. അധികാരത്തിലിരുന്ന DMK സർക്കാർ അധികാര തുടർച്ച നേടും എന്നുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ അധികാര തുടർച്ചയൊന്നുമല്ല, സമ്പൂർണമായ പരാജയത്തിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ പോലും പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ട് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്നു. അവിടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. അദ്ദേഹം ആദ്യ അടി കിട്ടിയത് DMK-ക്കാണ്. DMK പരാജയത്തിന് തൊട്ട് പിന്നാലെ DMK മുന്നണിയിലെ ഘടകകക്ഷികൾ ഓരോന്നോരോന്നായി TVK-ക്ക് പിന്നാലെ പോയി. എത്രയോ വർഷത്തെ ബന്ധമുള്ള കോൺഗ്രസ് കളഞ്ഞിട്ട് പോയി, ഇടതു പാർട്ടികൾ കളഞ്ഞിട്ട് പോയി, മുസ്ലിം ലീഗ് അടക്കം TVK-ക്ക് പിന്നാലെ പോയി. അങ്ങനെ അവിടെ ഒരു സർക്കാർ ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ AIADMK-യിലെ പിളർപ്പ്. അതവിടെ ഉണ്ടായി. AIADMK-യിൽ ബഹുഭൂരിപക്ഷം MLA-മാരും ഇപ്പോൾ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ്. അവർ ഏതാണ്ട് പോയി കഴിഞ്ഞു. അവർ ചിലർ TVK-യുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ BJP-യിലും ആ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു എന്ന് വേണം കരുതാൻ. BJP-യുടെ ഒരു വലിയ മുഖമാണ് അണ്ണാമലൈ. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന പ്രസിഡൻ്റായിരുന്നുവെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പാർട്ടിയെ നയിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ ഞെട്ടലുണ്ടാകും. ഇപ്പോഴെന്തായാലും ഞെട്ടലുണ്ട്, പക്ഷേ വലിയ ഞെട്ടലുണ്ടാകും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ടു പോകാൻ എടുത്തിരിക്കുന്ന തീരുമാനം ഒരുപക്ഷെ അത് നല്ല തീരുമാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അണ്ണാമലൈ എന്നൊരു വ്യക്തിത്വം, അദ്ദേഹം തമിഴ്നാട്ടിനെ മാറ്റിമറിക്കണം, തമിഴ്നാട്ടിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ്. 2019 അദ്ദേഹം IPS സ്ഥാനം ഉപേക്ഷിച്ച്, IPS ഉദ്യോഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം BJP-യിലേക്ക് വരുന്നു. അങ്ങനെ ഒരു നേതാവിനെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് L. മുരുകൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നു. അതായത് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ L. മുരുകൻ കേന്ദ്രമന്ത്രിയാകുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു. ആ സമയത്ത് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. ഇതുവരെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. പക്ഷേ അതിനുശേഷം BJP-യുടെ കേന്ദ്ര നേതൃത്വം വരച്ച വരയിലൂടെ ആയിരുന്നില്ല അണ്ണാമലൈയുടെ സഞ്ചാരം. അണ്ണാമലൈ അവിടെ ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടും അദ്ദേഹം മുന്നണിയിലെ ഘടകകക്ഷികളെ ഒന്നും ശ്രദ്ധിച്ചില്ല. പ്രത്യേകിച്ചും അണ്ണാമലൈയുടെ ഉറച്ച വിശ്വാസം എന്നത് ഈ AIADMK അഴിമതി പാർട്ടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം AIADMK മൈൻഡ് ചെയ്തില്ല. AIADMK കവച്ചു വയ്ക്കുന്ന ജനപ്രീതി ഉണ്ടാക്കാൻ ആണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരു ക്രൗഡ് പുള്ളറായി മാറി. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു BJP നേതാവിന് ഇത്രയധികം ജനങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള ഒരു കഴിവുള്ള BJP നേതാവ് വന്നു എന്ന് നമുക്ക് തോന്നി. ഇതര പാർട്ടികളിൽ നിന്നെല്ലാം അണികളും നേതാക്കന്മാരും BJP-യിലേക്ക് ഒഴുകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ BJP സംസ്ഥാനം പിടിക്കുമെന്ന് DMK-ക്ക് പോലും ഭയം തോന്നിയ നിമിഷം. അന്ന് AIADMK അല്ല രാഷ്ട്രീയ എതിരാളിയായി കണ്ടുകൊണ്ടിരുന്നത്, BJP ആയിരുന്നു. BJP-യുമായിട്ടുണ്ടായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ, അതാണ് ഈ ഹിന്ദുത്വത്തിനെതിരെ അന്ന് മുതലാണ് ഈ DMK നേതാക്കൾ ഹാർഷായി സംസാരിച്ചു തുടങ്ങിയത്.
സനാതനധർമ്മത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നൊക്കെ പറയുന്നത്. കാരണം സനാതനധർമ്മവും അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളുമാണ് BJPയെ സംസ്ഥാനത്ത് വളർത്തുന്നത് എന്ന് സ്റ്റാലിൻ വിലയിരുത്തി. അങ്ങനെ സ്റ്റാലിൻ വേഴ്സസ് അണ്ണാമലൈ എന്നൊരു പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് തമിഴ്നാട് വരുന്നു. സ്റ്റാലിൻ വേഴ്സസ് അണ്ണാമലൈ എന്ന് പറയുമ്പോൾ അവിടെ ജയലളിതയുടെ ഒരു വാക്വം ഉണ്ടാകുന്നു. എടപ്പാടി പളനിസ്വാമി വരുന്നു. എടപ്പാടി പളനിസ്വാമിക്കും മേലെയായി അണ്ണാമലൈയുടെ ഒരു രംഗപ്രവേശം ഉണ്ടാകുന്നു. അതിനുശേഷം ഇദ്ദേഹം ടാർഗറ്റ് ചെയ്തത് മുഴുവൻ DMK-യാണ്. ഇന്നിപ്പോൾ വിജയ്ക്ക് DMK-യെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിന് തുടക്കമിട്ടത് അണ്ണാമലൈയാണ്. DMK ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനം ഓർമ്മയില്ലേ? DMK എന്ന കുടുംബാധിപത്യ പാർട്ടി, ആ പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ആ പാർട്ടിയിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ, സ്വജനപക്ഷപാതം, ഇതെല്ലാം വാരി വലിച്ച് തമിഴ്നാടിൻ്റെ ജനതയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു അണ്ണാമലൈ ചെയ്തത്. ഒന്നിനോടും പ്രതികരിക്കാൻ സ്റ്റാലിന് സാധിച്ചില്ല. സ്റ്റാലിൻ വേറെ പല വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും അണ്ണാമലൈ ഉന്നയിച്ച വാദങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ സ്റ്റാലിന് സാധിച്ചില്ല. തൊട്ടു പിന്നാലെ ED സംസ്ഥാനത്ത് രംഗപ്രവേശം ചെയ്യുന്നു. സ്റ്റാലിൻ്റെ ഏറ്റവും അടുത്ത മന്ത്രിമാർ പോലും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്റ്റാലിന് അധികാര കസേര തെറിക്കുമെന്ന് ഉറപ്പാകുന്നു. ഇത് കേന്ദ്ര നേതൃത്വം ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ്. ഇങ്ങനെ പോയാൽ, അതായത് അണ്ണാമലൈ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ സ്റ്റാലിനെ മലർത്തിയടിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടത് ഓക്കെയാണ്. ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇനി പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാലിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. BJPക്കൊരു വളർച്ചയുണ്ടാകും, പക്ഷേ ഭരണം അട്ടിമറിക്കണം, അവിടെയും NDA ഭരണം ഉണ്ടാകണം എന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നു. അപ്പോഴും കേന്ദ്ര നേതൃത്വത്തെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അണ്ണാമലൈ അങ്ങനെയല്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു അടിത്തറ ഉണ്ടാക്കണം. ദ്രാവിഡ പാർട്ടികൾക്ക് മാത്രമല്ല, ദേശീയ പാർട്ടികൾക്കും തമിഴ്നാട്ടിൽ അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അണ്ണാമലൈ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബോധ്യം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അണ്ണാമലൈയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളോ വിജയിക്കാതിരിക്കാൻ ADMK-യും DMK-യും ഒരുമിച്ച് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തോൽവി പറ്റി. പക്ഷേ 11-12% വോട്ട് അവിടെ നേടി. ആ പ്രൊജക്റ്റ് അവിടെ പരാജയപ്പെടുന്നു. അണ്ണാമലൈക്ക് അദ്ദേഹം ഉദ്ദേശിച്ചൊരു വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു 1-2 സീറ്റ് കേരളത്തിൽ നേടിയ പോലെ ഒരു സീറ്റെങ്കിലും പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അണ്ണാമലൈയുടെ പ്രൊജക്റ്റ് അവിടെ വിജയിച്ചേനെ. പക്ഷേ അത് പരാജയപ്പെടുന്നതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അണ്ണാമലൈയിൽ വിശ്വാസമുണ്ടെങ്കിലും രണ്ടാമനായ അമിത്ഷായ്ക്ക് അണ്ണാമലൈയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ അമിത്ഷായുടെ ഇടപെടൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പദ്ധതി പൊളിഞ്ഞതോടുകൂടി അമിത്ഷാ തമിഴ്നാട്ടിൽ ഇടപെടുന്നു. അങ്ങനെയാണ് AIADMK-യെ NDA-യിലേക്ക് കൊണ്ടുവരാൻ ഉള്ള തീരുമാനമെടുക്കുന്നത്. AIADMK NDA-യിലേക്ക് വരണമെങ്കിൽ അണ്ണാമലൈ BJPയുടെ നേതൃസ്ഥാനത്തുണ്ടാകാൻ പാടില്ല എന്ന് AIADMK ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ കേന്ദ്ര നേതൃത്വം ഒട്ടും ഒരു ആശ്വാസകരമല്ലാത്ത, അതായത് മറ്റൊരു പാർട്ടിക്ക് വേറൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ നിർദ്ദേശിക്കാൻ അവകാശമില്ല. BJP ഒരു ഘട്ടത്തിലും ഒരിടത്തും അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുമില്ല ആർക്കും. പക്ഷേ തമിഴ്നാട്ടിൽ BJP AIADMK-ക്ക് വഴങ്ങിക്കൊടുത്തു. DMK-യെ ദേശീയ നേതൃത്വത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുന്നു. പകരം അവിടെ നയനാർ നാഗേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു. അങ്ങനെയാണ് NDA അവിടെ സാക്ഷാത്കരിക്കുന്നത്. NDA മുന്നണി DMK-യെ അട്ടിമറിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുമെന്നും അവിടെ NDA-യുടെ ഒരു ഭരണം ഉണ്ടാകുമെന്നും ഒക്കെയാണ് അമിത്ഷാ കണക്ക് കൂട്ടിയത്. പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് വിജയ് അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് അണ്ണാമലൈ പറഞ്ഞിരുന്നത് സത്യമാണ് എന്ന് BJP നേതൃത്വത്തിന് കുറഞ്ഞപക്ഷം സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഒറ്റയ്ക്ക് പോയിരുന്നുവെങ്കിൽ, വിജയ് ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം നേടിയത്, ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വിജയിനൊപ്പം ഉള്ള ഒരു ഇമേജ് അണ്ണാമലൈ അതിനോടകം തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു. തമിഴ്നാട് മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറയുന്ന പ്രശസ്തമായ യാത്ര, ആ യാത്രയിലുടനീളം DMK അദ്ദേഹം തുറന്നു കാട്ടി, ഒരു ഇമേജ് അദ്ദേഹം ബിൽഡ് ചെയ്തു. പിന്നീട് BJP നേതൃത്വം അണ്ണാമലൈയെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി ഒരു വലിയ പിഴവ് കാട്ടി. ആ പിഴവാണ് BJP ഇന്ന് അവിടെ അനുഭവിക്കുന്നത്. ഒരു സഖ്യത്തിലൂടെ പോയിട്ട് പോലും 2-3% വോട്ട് മാത്രമേ തവണ കിട്ടിയിട്ടുള്ളൂ. ഒരു സീറ്റെങ്ങാനും മാത്രമേ ജയിക്കാനും സാധിച്ചിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് തമിഴ്നാട്ടിലൊരു വലിയ പരാജയം BJP ഏറ്റുവാങ്ങുന്നു. ഇത് എന്നിട്ടും നോക്കൂ, അവിടെ നിന്ന് ഈ
സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നു. ദേശീയ നേതൃത്വത്തിലേക്ക് അണ്ണാമലൈ വരണമെന്ന് പറയുന്നു. ആ സമയത്താണ് BJPയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളെ തിരയുന്നതും തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമല്ല. ആ സമയത്ത് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അണ്ണാമലൈ. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ആ ഒരു നീക്കത്തെ എതിർത്ത് തോൽപ്പിച്ചത്. അമിത്ഷായ്ക്ക് അണ്ണാമലൈ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. പിന്നീട് BJP ദേശീയ ജനറൽ സെക്രട്ടറി ആകും എന്നൊരു വാർത്ത വന്നു. അപ്പോഴെല്ലാം അണ്ണാമലൈ എന്താണ് വരുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞ് പാർട്ടിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. പാർട്ടിയിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി അദ്ദേഹം എല്ലാ പ്രചരണവും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിതിൻ നബീൻ പ്രസിഡന്റ് ആയതിനു ശേഷം എത്ര കാലമായി, ഇതുവരെ ഒരു നാഷണൽ ടീമിനെ പ്രഖ്യാപിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായത് ആ ഒരു കേന്ദ്രമന്ത്രിയാകും എന്നൊരു പ്രഖ്യാപനം വരും. ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ മറ്റോ ഇദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കുക, അതിനുശേഷം കേന്ദ്രമന്ത്രി പദം നൽകുക. എന്നാൽ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയും ഇങ്ങനെ നീളുകയാണ്, അനിശ്ചിതമായി നീളുകയാണ്. ഇത് തീർച്ചയായും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം, ഒരുപക്ഷെ അധികാരത്തിന് വേണ്ടിയല്ല, പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കണം എന്നൊരു ആഗ്രഹം അണ്ണാമലൈക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരം കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്കായി കാത്തിരുന്നത്. പക്ഷേ അത് അനന്തമായി നീളുന്നു. വിജയിയെപ്പോലുള്ളവർ അധികാരം പിടിച്ചു കഴിഞ്ഞും തമിഴ്നാട് രാഷ്ട്രീയം മൊത്തം മറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ മറ്റൊരു ഫോഴ്സ് അവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അണ്ണാമലയ്ക്കൊരു പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. അതൊരു പക്ഷേ ഇവിടെ കിട്ടുന്നുണ്ടാവില്ല. BJP ആ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കാം എന്ന് തീരുമാനിച്ചിരിക്കണം. അങ്ങനെ ആയിരിക്കാം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നത്. പക്ഷേ അദ്ദേഹം സാധാരണ ഒരു പുറത്തു പോകലല്ല. അങ്ങനെ പുറത്തു പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഡൽഹി യാത്രയുടെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് ഇവിടെയെങ്കിലും കൂടിയാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഡൽഹിയിൽ പോയി BJPയുടെ അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാരെ കാണുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. രാവിലെ നിതിൻ നബീനെ കണ്ടിരുന്നു. അദ്ദേഹം രാജി സമർപ്പിച്ചു. അതായത് സൗഹാർദ്ദപരമായ ഒരു വിടവാങ്ങൽ വേണമെന്നാണ് അണ്ണാമലൈ കേന്ദ്ര നേതൃത്വവും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വവും അങ്ങനെ ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുമായിരിക്കാം. സ്വതന്ത്രമായി അണ്ണാമലൈ പ്രവർത്തിക്കട്ടെ, മറ്റൊരു സംഘടനയിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ, പക്ഷേ BJP ഫ്രണ്ട്ലി ആയി തന്നെ പ്രവർത്തിക്കട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ BJP ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ അണ്ണാമലൈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് അണികളുണ്ട്, ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഒരുപക്ഷെ അണ്ണാമലയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ BJPയേക്കാൾ ഒരു സാന്നിധ്യമായി അണ്ണാമലൈ തമിഴകത്ത് മാറാനുള്ള സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കിപ്പോൾ തമിഴ് രാഷ്ട്രീയം നമുക്ക് നോക്കുകയാണെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി എന്നതിലുപരി ഒരു വ്യക്തി ആരാധന ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഒരു നേതാക്കളെയൊക്കെ തന്നെ എടുത്തു പോകുകയാണെങ്കിൽ അതിന് കൂടുതൽ തമിഴ് മക്കൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനും അത് ഒരുപാടുണ്ട്. അദ്ദേഹം അവിടെ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വരെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുള്ളതാണ്. ഇപ്പോൾ നമ്മളടക്കം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു വിജയിക്കൊക്കെയുള്ള പോലെയുള്ള ഒരു വ്യക്തി ആരാധന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും ഇനി തമിഴ്നാട്ടിലൊരു ഇലക്ഷൻ വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒരു അടിത്തറ ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇനി TVK എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇപ്പോൾ വിജയ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഇത്രയും വലിയൊരു വിജയം നേടി അതിനെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അവിടെ പിന്നീട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എന്തായാലും വേണ്ടി വരില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയമാകുമ്പോൾ, തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത്. അതെ, അത് പൊളിറ്റിക്കൽ വാക്വം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ് അധികാരത്തിൽ വന്നു എന്നത് മാത്രമല്ലല്ലോ, DMK തകർന്നു, AIDMK തകർന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വാക്വം അവിടെ ഉണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ അണ്ണാമലയുടേതായ ഒരു പദ്ധതിയുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അണ്ണാമലൈ നടപ്പാക്കാൻ പോകുന്നത്. അണ്ണാമലൈ അവിടെ ഒരു തമിഴകത്തൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഒരു തമിഴൻ, യഥാർത്ഥ തമിഴൻ എന്നുള്ള ഒരു രൂപവും ഭാവവും എല്ലാം അണ്ണാമലൈക്കുണ്ട്. ഈ പറയുന്ന പോലെ അദ്ദേഹം ആ മക്കൾ എൺമണ്ണ് എന്നുള്ള യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന അമ്മമാരുമായിട്ടും സഹോദരന്മാരുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകിപ്പോൾ
തങ്ങളിൽ ഒരുവനാണ് അണ്ണാമലൈ എന്നൊരു അപ്പിയറൻസ് അണ്ണാമലയ്ക്കുണ്ട്. ഇപ്പോൾ അണ്ണാമലൈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ അണ്ണാമലയെ തിരിച്ചറിയാൻ കഴിയില്ല. അതെ അതെ, സാധാരണ ഒരു നാട്ടുപുറത്തുള്ള അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരാൾക്കാർ സംസാരിക്കുന്ന പോലെ ഒരു കർഷകന്റെ മകൻ എന്നുള്ളതിന് ആ രൂപവും ഭാവവും എല്ലാം യഥാർത്ഥ ഒരു പ്യുവർ തമിഴൻ എന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന് വല്ലാതെ ഗുണം ചെയ്തിട്ടുണ്ട്, ഇനിയും ഗുണം ചെയ്യുകയും ചെയ്യും. അതാണ് അദ്ദേഹം ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇനി അണ്ണാമലയുടെ രാഷ്ട്രീയം മാറ്റും. കാരണം അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആരെയും അവഗണിക്കാതെ പോകുന്ന ഒരാളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ യാത്രയുടെ തന്നെ ഭാഗമായി തെക്കൻ തമിഴ്നാട് അല്ലെങ്കിൽ ഈ പറയുന്ന നാഗർകോവിൽ കന്യാകുമാരി ജില്ലയിൽ അദ്ദേഹം യാത്രയുമായി എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു, ഒരു ബൈറ്റിനായി സമീപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളൊരു വലിയ സന്നാഹങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹത്തെ ബൈറ്റിനായി സമീപിച്ചത്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം അവഗണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് ഉത്തരം തന്നു. പിന്നീട് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു സംഘടനകൾ നടത്തിയ അയ്യപ്പ സംഗമം, ആ സംഗമത്തിനും അണ്ണാമലൈ വന്നിരുന്നു. അപ്പോൾ അണ്ണാമലൈ ഈ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വേദിയിലേക്ക് ആളുകൾ ഇരച്ചു കയറുകയായിരുന്നു. അപ്പോൾ ഒട്ടും ബൈറ്റ് തരാൻ കഴിയാത്ത അണ്ണാമലൈ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഒട്ടും ബൈറ്റ് തരാൻ കഴിയാത്ത സാഹചര്യത്തിലും അദ്ദേഹം അടുത്ത തവണ ആവട്ടെ എന്ന് തോളിൽ തട്ടി പറഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു എപ്പോഴും അപ്രോച്ചുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം. വളരെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു പ്രതിച്ഛായ ഒരുപക്ഷെ അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുമായിരിക്കും. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു ഇതായിരിക്കാം. ഒരുപക്ഷെ ഒരു BJPയുടെ ഒരു ചട്ടക്കൂടിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒട്ടനവധി ആളുകൾ അണ്ണാമലയുടെ പിന്നാലെ കൂടാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു BJP സ്റ്റാൻഡ് എടുക്കുക, അത് BJPക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സാധിക്കുക, ഒരുപക്ഷെ BJPയുടെ ഘടകകക്ഷിയായി മാറുക. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ BJPയിൽ നിന്നും പിരിഞ്ഞു പോയ പലരും ഇപ്പോൾ കേരളത്തിലടക്കം പല നേതാക്കന്മാരും അങ്ങനെയുണ്ട്, പിരിഞ്ഞു പോവുകയും പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്, കല്യാൺ സിംഗ് അടക്കമുള്ള നേതാക്കന്മാർ. അപ്പോൾ എന്തായാലും പിരിഞ്ഞു പോയാലും ഇപ്പോൾ സന്ദീപ് വാര്യരൊക്കെ BJP വിട്ടുപോയതുപോലെ ആവില്ല. ഒരു BJP ഫ്രണ്ട്ലി നേതാവായിട്ട് തന്നെ അദ്ദേഹം തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നമുക്ക് അവിടെ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. പക്ഷേ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കലങ്ങി പറഞ്ഞ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ണാണ്. അല്ല, നേരത്തെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു, DMK അല്ലെങ്കിൽ AIADMK. പക്ഷെ ഇപ്പൊ പറ്റില്ല. ആര് വന്നാലും ജനങ്ങൾക്ക് ഈ കളർ TV, 2 കിലോ അരി അല്ലെങ്കിൽ പൊങ്കൽ സാരി ഇതൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരതിനെ മാറി മാറി പരീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം തന്നെ വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിരിക്കാം അണ്ണാമലയുടെ തീരുമാനം. അദ്ദേഹം അടുത്തത് എന്തായിരിക്കും? ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പാർട്ടി പ്രഖ്യാപനം, അങ്ങനെ വലിയൊരു ബോംബ് ഇടുമോ എന്നുള്ളതൊന്നും അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ രാഷ്ട്രീയം. എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അണ്ണാമലൈ ഇനി എന്തൊരു തീരുമാനമായിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്നത്? ഈ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത പോലെയുള്ള ഈ ഒരു ഫ്രണ്ട്ലി പാത പിന്തുടർന്ന് തന്നെ പോയി നല്ലൊരു അടിത്തറ അദ്ദേഹം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിനുള്ളിൽ ഉണ്ടാക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക എന്ന് തന്നെ നമുക്ക് വേണം പറയാം. എന്തായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. നമസ്കാരം.